ബംഗാളിലെ മലയാളിയെ തല്ലിക്കൊന്നു. ബംഗാളി 24 പർഗാന ജില്ലയിലാണ് ഈ സംഭവം. അവിടെ കുൾത്താൽ എന്ന സ്ഥലത്ത്, ഗ്രാമീണ മേഖലയാണ്, അവിടെ ജൂൺ 6 അവിടെ ജയ്നഗർ എന്ന സ്ഥലത്ത് അവിടെ ഈ മലയാളി വന്ന് അതിനടുത്തുള്ള ഒരു മാർക്കറ്റിൽ ചില സാധനം വാങ്ങാൻ നടന്നുപോയി. അങ്ങനെ പുള്ളി മാർക്കറ്റിലൊക്കെ സഞ്ചരിച്ച് ഒന്ന് രണ്ട് സാധനമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചില ആൾക്കാർ ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു. ഗ്രാമമാണ്, 24 പർഗാന ജില്ലയാണ്, എപ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ കൂടെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്, ആൾക്കാരെല്ലാം വയലൻ്റാണ്. പ്രത്യേകിച്ച് ഒരു സ്ട്രേഞ്ചറെ കണ്ടു അവരുടെ ഗ്രാമത്തിൽ. എന്തിനാണ് വന്നത്, എവിടെ താമസിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഈ മലയാളിക്ക് ഹിന്ദി അറിയില്ല, ബംഗാളി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. 30 വയസ്സുള്ള ആളാണ്. അയാൾ പറഞ്ഞൊന്നും അവർക്ക് മനസ്സിലായില്ല. ഇയാൾക്ക് മലയാളത്തിലെ ഉത്തരം പറയാനേ കഴിയുന്നുള്ളൂ. ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചു, ആധാർ കാർഡ് ചോദിച്ചു. ഇയാൾ ആരാണെന്നറിയാനുണ്ടാവുമല്ലോ. അത് ഇന്ത്യയിലെ എല്ലാ സിറ്റിസണും കൈവശം വെക്കേണ്ട ഒരു സാധനമാണല്ലോ. എവിടെ പോയാലും ശരി, വേൾഡിൽ എവിടെ പോയാലും ശരി, ഇന്ത്യയിൽ എവിടെ പോയാലും ശരി, സംസ്ഥാനത്ത് പോയാലും ശരി, തിരിച്ചറിയ കാർഡ് നിങ്ങളുടെ കൈവശമുണ്ട്. അതിന് ഫോട്ടോസ്റ്റാറ്റെങ്കിലും വേണം. നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ബംഗാളിൽ നിന്നൊക്കെ വരുന്ന എല്ലാ കൂലിപ്പണിക്ക് വരുന്ന ആൾക്കാരും കേരളത്തിൽ വന്നാൽ അവരുടെ കയ്യിൽ എല്ലാവരുടെയും ഐഡൻറ്റിറ്റി കാർഡുണ്ട്. അതൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരാണ് എന്താണെന്ന ചോദ്യത്തിന് അവർക്ക് ഭാഷ അറിയത്തില്ല. ഇത് കാണിച്ചാൽ സമാധാനം, അവർക്ക് കൃത്യമായ ഒരു ഉത്തരം ഈ റെക്കോർഡ് കാണിക്കുമ്പം കിട്ടും. പിന്നെ അത് വെരിഫൈ ചെയ്താൽ മതിയല്ലോ. പക്ഷേ ഈ മലയാളിയുടെ കയ്യിൽ ഒന്നുമില്ല. ചോദിച്ചപ്പോൾ അയാൾക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ. അത് അവർക്ക് സംശയമായി. ഇയാളൊരു കള്ളനാണ് എന്ന് അവിടുത്തെ ആ ചെറുപ്പക്കാർ കരുതി. ചെറുപ്പക്കാർ മൈനറായ കുട്ടികളുമുണ്ട്. എല്ലാവരും കൂടെ ഇയാളെ വളഞ്ഞു വെച്ചു, ചോദ്യം ചെയ്തു. ഇയാൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഇയാളെ അവർ പിടിച്ച് കെട്ടി, മരത്തിൽ കെട്ടിയിട്ട് അടിച്ച് ഇയാൾ മരിച്ചുപോയി. ഇയാൾ അവിടെ അവരുടെ അടുത്ത് പറയുന്നത് അവർക്ക് മനസ്സിലായില്ല. ഇയാൾ ജയ്നഗറിൽ താമസമാണ്, അവിടുന്ന് ഇവിടെ നടന്നു വന്നതാണ് എന്നൊക്കെ ഇയാൾ പറയുന്നെന്ന് കരുതുന്നു. പക്ഷേ തിരിച്ച് അങ്ങോട്ട് പോയപ്പം വഴി മാറി, ഗ്രാമം മാറിപ്പോയി. നടന്നു പോയ മനുഷ്യനാണ്. അങ്ങനെയാണ് അവർ ചോദ്യം ചെയ്യുകയും ഇയാളെ തല്ലുകയും കെട്ടിയിടുകയും കയ്യും കാലും കെട്ടി മരത്തിലോട്ട് ചേർത്ത് നിർത്തി അയാളെ മർദ്ദിക്കുകയും ചെയ്തു. അയാൾ മരണപ്പെട്ട് അവിടെ കിടന്നു. അവിടെ ജയ്നഗറിലെ കുൾത്താലി എന്ന് പറയുന്ന ആ സ്ഥലത്തെ ജയ്നഗറിൽ ഇയാൾ അവിടെ കിടന്നു. ഇയാളെ അവിടുത്തെ ചിലർ കുൾത്താലി ഹോസ്പിറ്റലിലായിട്ട്, ജയ്നഗർ കുൾത്താലി അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആരോ. അവിടെ ചെന്നപ്പോൾ ബ്രോഡ് ഡെഡ്, മരിച്ചു എന്ന് ഡോക്ടർ വിധി എഴുതി. പക്ഷെ ആരാണ് എന്താണ് എന്നും അറിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതൊരു ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. വെള്ളിയാഴ്ചയൊക്കെ ആയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകൾ വന്നു. ആൾക്കൂട്ട കൊലപാതകമാണ് അവിടെ നടന്നതെന്നുള്ള വാർത്ത വന്നു. അതുകൊണ്ടാണ് പോലീസ് രംഗത്ത് വന്നത്. കുൾത്താലി ജയ്നഗർ പോലീസ് സ്റ്റേഷനിലെ അവർ രംഗത്ത് വന്നു. ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ സോമോട്ടായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ആരാണ് മരിച്ചതെന്ന് ഇതുവരെ മനസ്സിലായി. ഏത് മലയാളിയാണെന്ന് മാത്രം മനസ്സിലായിട്ടുണ്ട്. കാരണം അയാൾ ആരോ ഒരു വീട്ടിൽ വന്നു, അവർ മുഖേനയാണ് ഇയാൾ മലയാളിയാണെന്നും അവിടെ ജോലി അന്വേഷിച്ച് വന്നതാണെന്നും. സാധാരണഗതിയിൽ മലയാളികളൊക്കെ ഹൈലി ക്വാളിഫൈഡ് ആണ്. അവർക്ക് അത്യാവശ്യം ഹിന്ദി ഇംഗ്ലീഷൊക്കെ പറയും. അങ്ങനെ ഒരു തലമുറയാണ് നമുക്കുള്ളത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം പലരും വിദേശത്തൊക്കെ പോകുന്നതിന് പകരം ഇന്ത്യയിലെ ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലൊക്കെ ചെന്നൈയിലും ഹൈദരാബാദും ഒക്കെ ചേക്കേറി പലരും. മലയാളികൾ കൂലിപ്പണിക്ക് പോയവരൊക്കെ ഉണ്ട് ആ കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പം കേരളത്തിലെ മലയാളിക്ക് ഇഷ്ടം പോലെ ജോലിയുണ്ട്. പക്ഷേ ആരും ജോലിക്ക് ലഭിക്കാനില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇവിടെ 30 വയസ്സുകാരൻ അവിടെ ജോലിക്ക് പോയത് എന്തിനെന്നുള്ള കാര്യം സംശയാസ്പദമാണ്. അയാൾ പോയത് എന്തിന്? കാരണം ഇവിടെ ഇഷ്ടം പോലെ ജോലിയുണ്ട്. ഇവിടെ ജോലിക്കാരെ ലഭിക്കാനുമില്ല കേരളത്തിൽ. അത് തന്നെ വലിയ വിദ്യാഭ്യാസത്തിൽ ഇവിടെ ലേബർ വർക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നന്നായിട്ട് ഇവിടെ ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ദുരൂഹമാണ് ആ കൊലപാതകവും, ദുരൂഹമാണ് അങ്ങേരുടെ യാത്ര. ആരാണെന്ന് മനസ്സിലായില്ല.
ഇന്നസെൻ്റ് ആയ ഒരു മലയാളിയാണോ നമുക്കറിയില്ല. ആരാണ് അയാളുടെ കോണ്ടാക്റ്റ്? ഏതായാലും അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. എങ്കിലും കൽക്കട്ട 24 പർഗാന ജില്ലയിലെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും വിവരങ്ങൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എന്ന് തോന്നുന്നു. എന്തായാലും ഒരു പാഠം മലയാളികൾ പഠിച്ചോണം. നിങ്ങൾ ഇവിടെ ഇന്ത്യയിലോ ഏത് സംസ്ഥാനത്തോ വിദേശത്തോ പോയാലും നിങ്ങൾ മലയാളിയാണ് എന്നുള്ള ഐഡൻറ്റിറ്റി നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും കാർഡുമൊക്കെ വെച്ചിട്ട് നിങ്ങൾ പോകുമല്ലെങ്കിൽ സാധാരണഗതിയിൽ നമുക്കറിയാം ഇലക്ഷൻ കാർഡ് കൈ കാണാം. അത് എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിനകത്തോ എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതല്ല. ആളെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പം കൽക്കട്ടയിൽ 24 പർഗാന ജില്ല അയാളെ കൊലപ്പെടുത്തിയത് ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, പക്ഷേ ആരാണ് മരിച്ചതെന്നുള്ള കൃത്യതയില്ല. 7 പേരെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 5 പേര് പ്രായപൂർത്തിയായവരാണ്. 5 പേരെ അവിടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. 2 പേര് പ്രായപൂർത്തിയാകാത്തവരാണ്. അവരും ഈ സംഭവത്തിനകത്ത് കൂടി. ആ കുട്ടികളും മറ്റൊരാളൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആക്ഷേപം ഉണ്ടായിരുന്നു. 8ാമത് ഒരാളെയും കൂടെ അവിടുത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പക്ഷേ അയാളെ പിന്നീട് വിട്ടയച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പം 7 പേരിൽ 2 പേര് മൈനറാണ്. അടുത്ത ദിവസങ്ങളിൽ ആരാണ് മലയാളി അവിടെ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരം ലഭ്യമാകൂ എന്നാണ് കരുതുന്നത്.